അല്ലെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസങ്ങളിൽ ഉച്ചയിൽ വെയിലടിച്ചാൽ മാത്രമേ ഞാൻ ഉറക്കം എണീക്കാറുള്ളൂ. എന്നിട്ട് ആ വെയിൽ കൊണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ പിന്നെ വെയിലുള്ള ഒരാളെയും കൂടെ കൊണ്ടുപോകാന്ന് കരുതി. 1000 തവണ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും എന്നെ കാണുമ്പോൾ ഉള്ളവരുടെ ഒരു ഭാവം കണ്ട് ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. പിന്നെ കുറച്ചു നേരം അവരോട് കഥയൊക്കെ പറഞ്ഞു നിന്നപ്പോഴത്തേക്ക് ദേ വന്നു. ഇതിനെയാണ് നമ്മൾ ഇന്ന് വെയിൽ കൊള്ളാൻ കൊണ്ടുപോകുന്നത്. സംഭവം ഓർഡേഴ്സിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയതാണേലും വെയിൽ രൂക്ഷമായതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഫ്രഷ് ജ്യൂസിൽ നിന്ന് തുടങ്ങി. മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ കണ്ണാടി കണ്ടാൽ നമ്മൾ വിടാറില്ലല്ലോ. ഹാമ്പറിൽ വെക്കാനുള്ള അനാർക്കലിയും പിന്നെ ഈ സ്പോട്ടിൽ നമ്മുടെ ബംഗാളി ചേട്ടൻ്റെ കടയിൽ നിന്ന് കമ്മലും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഓർത്തത് ഇതുവരെ വന്നിട്ട് സ്വാതിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. സ്വാതിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയേക്കുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോൾ മൊത്തത്തിൽ ഒരു കാറ്റ് വേൾഡിലോട്ട് കയറി എന്റർടൈൻമെന്റ് ആയിരുന്നു. എല്ലാവരെയും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ ഇതിനെ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായി പോയി ഞാൻ. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് വർക്കിന് ആവശ്യമായിട്ടുള്ള ഹാമ്പേഴ്സും ഫ്രെയിംസും റിബൺസും അങ്ങനെ കുറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പറക്കിയെടുത്തു. പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് മാഡം ജിക്ക് ഒരു ചെരുപ്പ് നോക്കി. അപ്പോഴും നമ്മൾ കണ്ണാടി കണ്ട വിടാറില്ലല്ലോ. അടുത്ത് നമ്മൾ പോയത് തിരുമലയുള്ള കുന്നിലായിരുന്നു. അവിടെ പോയി കുറെ നട്ട്സും ചോക്ലേറ്റ്സും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഓക്കെ, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളൊന്ന് പോയി മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.